പ്രധാനമന്ത്രി മുതൽ രാജ്യത്തെ ഉന്നത നേതാക്കളുമായെല്ലാം വേദി പങ്കിട്ട ഒരാൾ. വിവിധങ്ങളായ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തി ജനങ്ങളുടെ വിശ്വാസ്യത നേടിയെടുത്തൊരാൾ. പല കൺസൾട്ടൻസി കമ്പനികളുടെയും പ്രതിനിധിയായി വന്ന് രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ ഉന്നതരുമായി ബന്ധമുണ്ടാക്കിയ ഒരാൾ. ഒടുവിൽ കോടികളുടെ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയതിൻ്റെ പേരിൽ അയാൾ പിടിയിലായിരിക്കുന്നു. തട്ടിപ്പിൻ്റെ ഭാഗമായ അന്വേഷണം പല ഉന്നതരിലേക്കും കൂടി വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലെ വിവിധ കമ്പനികളുടെ CSR ഫണ്ട് കൈകാര്യം ചെയ്യാനായി നിയോഗിക്കപ്പെട്ടയാളെന്ന് സ്വയം പരിചയപ്പെടുത്തി ഇടുക്കി സ്വദേശിയായ അനന്തകൃഷ്ണൻ നടത്തിയത് സമീപകാലത്ത് സംസ്ഥാനം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പുകളിലൊന്നാണ്. വ്യാജ പദവി ചമച്ച് ആയിരക്കണക്കിന് ജനങ്ങളെ പറഞ്ഞു പറ്റിച്ച് സമർത്ഥമായി നടത്തിയ തട്ടിപ്പ്. 600 കോടിയിലേറെ രൂപ തട്ടിച്ചെന്ന് പ്രാഥമികമായി കണക്കാക്കപ്പെടുന്നുണ്ടെങ്കിലും പല ജില്ലകളിലും കേസുകൾ കുമിഞ്ഞു കൂടുന്നതിനാൽ തുക ഇനിയും കൂടുമെന്നുറപ്പ്. എന്തായിരുന്നു അനന്തുവിൻ്റെ ആ മാസ്റ്റർ പ്ലാൻ? ആരായിരുന്നു യഥാർത്ഥത്തിൽ അനന്തകൃഷ്ണൻ? നാഷണൽ NGO ഫെഡറേഷൻ എന്ന സംഘടനയുടെ ദേശീയ കോർഡിനേറ്റർ ആണെന്നും ഇന്ത്യയിലെ വിവിധ കമ്പനികളുടെ CSR ഫണ്ട് കൈകാര്യം ചെയ്യാൻ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും വിശ്വസിപ്പിച്ചായിരുന്നു ഇടുക്കി സ്വദേശി അനന്തകൃഷ്ണൻ്റെ തട്ടിപ്പ്. തുടർന്ന് ഇരുചക്ര വാഹനങ്ങൾക്ക് നിങ്ങൾ പകുതി തുക നൽകിയാൽ ബാക്കി തുക ബഹുരാഷ്ട്ര കമ്പനികളുടെ CSR ഫണ്ടിൽ നിന്ന് ലഭിക്കുമെന്നും ജനങ്ങളോട് ഇയാൾ പറയുന്നു. ജനങ്ങളത് വിശ്വസിച്ചു. അതിന് കാരണവുമുണ്ട്. ആദ്യം ഇയാൾ ഇത്തരത്തിൽ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തും തയ്യൽ മെഷീനുകൾ വിതരണം ചെയ്തും വിശ്വാസം നേടിയെടുത്തു. ഇവയുടെ വിതരണോദ്ഘാടനത്തിന് പ്രമുഖരെയും രാഷ്ട്രീയ നേതാക്കളെയും ഇയാൾ പങ്കെടുപ്പിക്കുന്നു. തുടർന്നായിരുന്നു ആ മഹാ തട്ടിപ്പിലേക്ക് കടന്നത്. ഒടുവിൽ തട്ടിപ്പിൻ്റെ വിവരങ്ങൾ പുറത്തറിഞ്ഞതോടെ പരാതികൾ കുമിഞ്ഞുകൂടി. അതോടെ അനന്തകൃഷ്ണൻ പോലീസിൻ്റെ പിടിയിലുമായി. സ്വന്തം പേരിൽ വിവിധ കൺസൾട്ടൻസികൾ ഉണ്ടാക്കി അതിൻ്റെ പേരിലാണ് ഇയാൾ ഇടപാടുകൾ നടത്തിയത്. എന്നാൽ ഇതുവരെ ഒരു കമ്പനിയിൽ നിന്ന് പോലും CSR ഫണ്ട് ലഭ്യമായിട്ടില്ലെന്ന് ചോദ്യം ചെയ്യലിൽ അനന്തു പോലീസിനോട് സമ്മതിച്ചിരുന്നു. ഫണ്ട് റോൾ ചെയ്യാൻ സാധിച്ചില്ല എന്നും വിചാരിച്ച പോലെ ഒന്നും നടന്നില്ല എന്നുമൊക്കെയായിരുന്നു അനന്തുവിൻ്റെ മറുപടി. അനന്തുവിൻ്റെ ബാങ്ക് അക്കൗണ്ടുകളും പോലീസ് പരിശോധിച്ചു. അതിൽ ഒരു ബാങ്ക് അക്കൗണ്ടിലേക്ക് മാത്രം 400 കോടി രൂപയാണ് എത്തിയിട്ടുള്ളത്. എറണാകുളത്ത് നിന്ന് 700 കോടി തട്ടിയെടുത്തെന്നാണ് നിലവിൽ പോലീസിൻ്റെ വിലയിരുത്തൽ. കണ്ണൂർ ജില്ലയിൽ നിന്നാണ് അനന്തുവിനെതിരെ ഏറ്റവും കൂടുതൽ പരാതികൾ ലഭിച്ചത്, 2000 പരാതികൾ. ഇടുക്കിയിൽ 350, തിരുവനന്തപുരത്ത് 8, പാലക്കാട് 11 എന്നിങ്ങനെയാണ് പരാതികൾ കുമിഞ്ഞു കൂടുന്നത്. നിരവധി രാഷ്ട്രീയ നേതാക്കളുമായി ഇയാൾക്ക് അടുത്ത ബന്ധമുണ്ട്. BJP നേതാവ് AN രാധാകൃഷ്ണനും കോൺഗ്രസ് വനിതാ നേതാവ് ലാലി വിൻസെൻറ്റുമായും ഇയാൾക്ക് അടുത്ത ബന്ധമുണ്ട്. പ്രധാനമന്ത്രിയുടെ ഒപ്പം നിൽക്കുന്ന പടം വരെ ആളുകളുടെ വിശ്വാസം നേടിയെടുക്കാൻ ഇയാൾ ഉപയോഗിച്ചിട്ടുണ്ട്. KT ജലീൽ, VD സതീശൻ, MK രാഘവൻ, ഹൈബി ഈഡൻ തുടങ്ങി നിരവധി രാഷ്ട്രീയ നേതാക്കളുമായി ഇയാൾ വേദി പങ്കിട്ടിട്ടുമുണ്ട്. ഇവയുടെ ചിത്രങ്ങളും മറ്റുമെല്ലാമാണ് ഇയാൾ തൻ്റെ വിശ്വാസ്യതയ്ക്കായി ഉപയോഗിച്ചിരുന്നത്. ചുരുക്കി പറഞ്ഞാൽ ജനപ്രതിനിധികളെയും സാധാരണ ജനങ്ങളെയും ഒരുപോലെ കബളിപ്പിച്ച് അനന്തകൃഷ്ണൻ നടത്തിയ തട്ടിപ്പ് ചില്ലറയേയല്ല. തട്ടിപ്പിൻ്റെ കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിലെ അന്വേഷണങ്ങളിലൂടെ പുറത്തു വരുമെന്ന് പ്രതീക്ഷിക്കും.